ഇപ്പോൾ 2024 പൂരം അലങ്കോലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അന്വേഷണ സംഘം ആരായുകയുണ്ടായി. എനിക്കറിയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള അനാവശ്യമായിട്ടുള്ള പല ഇടപെടലുകളും തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുന്നതിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ, അറിയുന്ന കാര്യങ്ങളെല്ലാം പോലീസ് സംഘത്തോട് വിശദമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആനയ്ക്ക് പട്ട കൊണ്ടുപോകുന്ന സമയത്ത് അത് തടസ്സപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കുടമാറ്റത്തിന് കുട കൊണ്ടുപോകുന്ന സമയത്ത് തടസ്സപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ രാത്രിയിലെ മടത്തിൽ വരവ്, ആളുകളെ കടത്തിവിടാതെ പൂരം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളുകളെ MG റോഡിൽ തടസ്സപ്പെടുത്തി അവരെ കാണാൻ അനുവദിക്കാത്ത സാഹചര്യം, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പോലീസുമായിട്ടുള്ള ബലപ്രയോഗം, ഇത്തരം കാര്യങ്ങളിലെ തുടർന്ന് പൂരം നിർത്തിവെച്ച കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പോലീസിനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അന്വേഷണ സംഘം ചോദിച്ചിട്ടുണ്ട്. പോലീസിനോട് മൊഴി നൽകി. അല്ല, പോലീസും കുറ്റക്കാരാരാണെങ്കിലും, അത് പോലീസാണെങ്കിലും പട്ടാളാണെങ്കിലും കുറ്റക്കാരാരാണെങ്കിലും അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണം നടക്കുന്നത്. പോലീസിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ വീഴ്ചകളും കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയ ഗൂഢാലോചന ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആരോപണം. അത് തന്നെയാണ് അന്വേഷണ സംഘവും അന്വേഷിക്കുന്നത്. അല്ല, നാളിതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ആ നിയന്ത്രണങ്ങളാണ് പോലീസിൻ്റെ ബലപ്രയോഗത്തിലേക്കും തുടർന്ന് പൂരം നിർത്തിവെക്കാനുള്ള സാഹചര്യത്തിലേക്കും കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തൃശ്ശൂരിലെ MLA, MP, അതുപോലെ തന്നെ മന്ത്രി, 2-3 മന്ത്രിമാരുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അവരുടെ എല്ലാം സാന്നിധ്യം ഈ സമയത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ, അവരുടെ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പൂരം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ സംശയിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് മന്ത്രി രാജൻ ഉൾപ്പെടെ, സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകളൊന്നും സംഭവ സ്ഥലത്ത് വരാനോ ഈ പ്രശ്നം പരിഹരിക്കാനോ അവരുടെ ഭാഗത്ത് ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ബോധപൂർവമാണ് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ന്യായമായിട്ട് ഞങ്ങൾ സംശയിക്കുകയാണ്. കാരണം കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്, പോലീസിനെ നിയന്ത്രിക്കുന്നത് ഇടതുപക്ഷമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും വലിയ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഈ പൂരം അത് നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഈ മന്ത്രിമാരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായില്ല? അവരുടെ ഇടപെടൽ എന്തുകൊണ്ടുണ്ടായില്ല? ഈ പ്രശ്നം പരിഹരിക്കാൻ അവരെന്തുകൊണ്ട് പരിശ്രമിച്ചില്ല? അപ്പോൾ പോലീസിനെ കയറൂരി വിട്ടുകൊണ്ട് പൂരം അലങ്കോലപ്പെടാൻ വേണ്ടി ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായോ എന്ന് ന്യായമായിട്ട് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. ഞങ്ങൾ തുടക്കം മുതൽ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. പൂരം കലക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഇടതുപക്ഷമാണ് എന്നുള്ളത് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. ആ കാര്യം ഞാൻ അന്വേഷണ സംഘത്തോടും പറഞ്ഞിട്ടുണ്ട്. ഇല്ല. ഈ തവണത്തെ പൂരവുമായി ബന്ധപ്പെട്ടും ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്.